ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ മർക്കോസ് 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ നോമ്പനുഷ്ഠിച്ചതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരം: ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടിയായിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ ലോകപരമായ ആഹ്വാനങ്ങളെക്കാൾ ദൈവാത്മാവിൻ്റെ പ്രേരണയുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയുക. ദൈവാത്മാവിൻ്റെ ഈ നിർബന്ധത്തെ ഗൗരവത്തോടെ കാണുവാനും ആത്മാവിൽ ബലപ്പെട്ട് നോമ്പനുഷ്ഠിക്കുവാനും നമുക്ക് കഴിയണം. നോമ്പിൻ്റെ കാലം പ്രലോഭനങ്ങൾ ശക്തമായി ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലം. ദൈവപുത്രനായ ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ മടിക്കാത്തവൻ നമ്മെ വെറുതെ വിടുമോ? ഈ നോമ്പുകാലം കൂടുതൽ സൂക്ഷ്മതയോടെ ആയിരിക്കാൻ നാം ശ്രദ്ധിക്കുക. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് ആയിരുന്നു എന്ന് എവങ്കലിസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങിയും ചരാചരങ്ങളോട് രമ്യതയിലുമായിരുന്നു. വന്യമൃഗങ്ങളാൽ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നതും മനുഷ്യനാൽ ആക്രമിക്കപ്പെടുന്നതും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് നോമ്പ് മനുഷ്യനെയും പ്രകൃതിയെയും തമ്മിൽ രമ്യതയിൽ കൊണ്ടുവരുവാൻ തക്ക ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പ് മാലാഖമാരുടെ ശുശ്രൂഷ ലഭിക്കുന്ന കാലഘട്ടമാണ്. കർത്താവിന് പരീക്ഷകളിൽ ആശ്വാസമാകുവാൻ മാലാഖമാരുടെ ശുശ്രൂഷ കാരണമായി എന്ന് ഈ ഭാഗത്ത് തന്നെ നാം വായിക്കുന്നുണ്ടല്ലോ. ഗത്സമനയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ വിശുദ്ധ ലൂക്കോസ് 22:43 നാം ഇപ്രകാരം വായിക്കുന്നു: അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. നാം പ്രാർത്ഥനയിൽ ഇപ്രകാരം ചൊല്ലുന്നു: നോമ്പനുഷ്ഠിക്കുന്നവൻ്റെ തലമുറ മാലാഖമാരോട് കലർന്നിരിക്കുന്നു. നോമ്പാൽ ശ്രേഷ്ഠരായിത്തീർന്നവർക്ക് അവൻ സ്നേഹിതനായിരിക്കുന്നു. അവനെ പരിപാലിക്കുന്നതിന് കർത്താവാകിയാൽ ദുഷ്ടൻ അവനെ തൊടുന്നതിന് പോലും കഴിയുകയില്ല. ദൈവാനുഗ്രഹം കൂടെ ഇരിക്കട്ടെ.